നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തോടെ ചട്ടങ്ങൾ രൂപപ്പെടുത്തി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കി. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN ഉദ്ഘാടനം ചെയ്തു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ മുഴുവൻ പണവും തിരികെ നൽകുമെന്ന് സ്റ്റേറ്റ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 6 വരെയാണ് സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ആ ചരിത്ര ദൗത്യം നിർവഹിക്കുകയും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രമാവുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത പ്രതിസന്ധി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക, ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. ഈ മുതലാളിത്ത പ്രതിസന്ധി മുതലാളിത്തത്തിന്റെ അന്ത്യം കൊണ്ട് മാത്രമേ അവസാനിപ്പിക്കാനാവുള്ളൂ. സാമൂഹ്യമായ ഉൽപാദനവും സമ്പത്തിന്റെ വ്യക്തിപരമായ കേന്ദ്രീകരണവുമാണ് ഉൽപാദനവാദികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അനന്തരഫലം. സാമൂഹ്യമായി തന്നെ മനസ്സിലാക്കിക്കുകയാണ്. സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് ഉൽപാദനം. പക്ഷേ ആ ഉൽപാദനവാദികളെല്ലാം സ്വകാര്യ ഉടമസ്ഥതയിലാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ, P രാജീവ്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, VN വാസവൻ, M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, MM മണി MLA, CPI സംസ്ഥാന സമിതി അംഗം KK ശിവരാമൻ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS രാജൻ, KS മോഹനൻ, VN മോഹനൻ, KV ശശി, VV മത്തായി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു, ശൈലജ സുരേന്ദ്രൻ, R തിലകൻ, ജോയ്സ് ജോർജ്, പോൾസൺ മാത്യു, ജോർജ് അഗസ്റ്റിൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തോടെ ചട്ടങ്ങൾ രൂപപ്പെടുത്തി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയാള മനോരമയും കർഷകശ്രീയും ചേർന്ന് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ആരംഭിച്ച കർഷക സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യോഗത്തിൽ മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം അധ്യക്ഷത വഹിച്ചു. ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തോടെ ചട്ടങ്ങൾ രൂപപ്പെടുത്തി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയാള മനോരമയും കർഷകശ്രീയും ചേർന്ന് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ആരംഭിച്ച കർഷക സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ നിർമ്മാണങ്ങളും ക്രമവൽക്കരിച്ച പട്ടയങ്ങൾ നൽകും. ഇടുക്കി പാക്കേജിൽ ഭേദഗതി വരുത്തി വേനലിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2,65,000 വരുന്ന ഏക്കറിൽ 15,720 ഏക്കർ മാത്രമാണ് ഫോറസ്റ്റായി പരിഗണിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് നിലപാട് തന്നെയാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിൽ അവസാനം കൊടുത്ത അഫിഡവിറ്റിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം വരും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത അഫിഡവിറ്റ് ഒന്നും തമ്മിൽ വ്യത്യാസമാണ്. ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൊടുക്കുന്ന അഫിഡവിറ്റുകൾ തമ്മിൽ എത്രമാത്രം മാറ്റം വന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറി ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വളരെ ക്ലിയറാണ്. അതിന്മേൽ വാദം തുടരുന്ന സ്ഥിതി നിലനിൽക്കുമ്പോഴും അതിൽ നമുക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ പിന്നെ കാണുന്ന പ്രൊസീജിയറൊക്കെ പേരിൽ പട്ടയങ്ങളെ പോലും തടസ്സപ്പെടുത്തി. ഇവിടെ 93 നമ്മൾ വനം ഭേദഗതി കൊണ്ടുവന്ന് കൊടുത്ത പട്ടയങ്ങളും
60,000 തൊട്ട് തുറന്നു വരുന്ന പട്ടയങ്ങളെല്ലാം നമുക്ക് നിലനിൽക്കുകയാണ്. ഇത് കൂടാതെ വിവിധങ്ങളായ പട്ടയങ്ങൾ നമ്മുടെ കൈവശമാണ്. ഇതാണ് കാർഷികമായ മേഖലയിൽ കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തുള്ള പ്രശ്നങ്ങൾ. അതിന് ഇടക്കാല ഉത്തരവിലൂടെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പട്ടയ നടപടിയും തടസ്സപ്പെടുത്താനായിട്ട് ശ്രമമുണ്ടായി. അതും നമുക്ക് വെക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ കഴിഞ്ഞ ഒരു ഘട്ടം കൊണ്ട് തന്നെ ഏതാണ്ട് ഈ കഴിഞ്ഞ 7,000-8,000-ഓളം പട്ടയം നമുക്ക് ഈ കാലയളവിൽ കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഗവൺമെൻറ് കാലയളവിൽ ഇനി 10,000-ഓളം നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ കക്ഷി വേർതിരിവില്ലാതെ കാർഷിക പ്രശ്നങ്ങൾ ഒരേ മനസ്സോടെ നേരിടണം. മാധ്യമം എന്ന നിലയിലുപരി മലയാള മനോരമ എല്ലാ തലങ്ങളിലും ഇടപെടുന്നത് അഭിനന്ദനാർഹമാണെന്നും കർഷകർക്ക് വേണ്ടി കർഷകർ സംസാരിക്കുന്ന സഭയായി മലയാള മനോരമ കർഷക സഭ മാറട്ടെ എന്നും മന്ത്രി പറഞ്ഞു. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം അധ്യക്ഷത വഹിച്ചു. കൃഷി കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് വീഡിയോകളിലൂടെ ആശംസകൾ അറിയിച്ചു. 3 ദിവസങ്ങളിലായി കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കുന്ന കർഷക സഭയിൽ വിവിധങ്ങളായ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. മലയാള മനോരമ കോട്ടയം ചീഫ് ന്യൂസ് എഡിറ്റർ വിനോദ് നായർ സ്വാഗതം ആശംസിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, KJ ജോസഫ് ആൻഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഷാജി ജെ കണ്ണിക്കാട്ട്, കർഷകശ്രീ എഡിറ്റർ ഇൻചാർജ് TK സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കി. തൊടുപുഴയിൽ ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. ബദലി ജീവനക്കാരെ സർവീസിൽ നിയോഗിച്ചെങ്കിലും 8ഓളം സർവീസുകൾ മുടങ്ങി. പണിമുടക്കിനോടനുബന്ധിച്ച് ജീവനക്കാർ പ്രകടനവും നടത്തി. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക, കാലാവധി കഴിഞ്ഞ് ഹിതപരിശോധന നടത്തുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക, KSRTCക്ക് വേണ്ടി പുതിയ ബസ്സുകൾ വാങ്ങുക, മെക്കാനിക്കൽ വിഭാഗത്തിനെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുക, സ്വിഫ്റ്റ് കമ്പനി KSRTCയിൽ ലയിപ്പിക്കുക, കാറ്റഗറി വ്യത്യാസമില്ലാതെ ഡ്യൂട്ടി സറണ്ടർ അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, NPS NDR നാളിതുവരെയുള്ള കുടിശ്ശിക അടച്ചു തീർക്കുകയും പിടിക്കുന്ന തുക അതാത് മാസം അടയ്ക്കുകയും ചെയ്യുക, അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കിയത്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പ്രശ്നത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാലാണ് TDF പണിമുടക്കിയത്. തൊടുപുഴയിൽ പണിമുടക്കിനോടനുബന്ധിച്ച് പ്രകടനം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി CG ജോസഫ്, ഡ്രൈവേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് മാത്യു, നേതാക്കന്മാരായ ലത്തീഫ് മുഹമ്മദ്, സിറിൽ ജോർജ്, സുനീവ്, പോൾ ചാക്കോ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്നത്തെ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 80% സ്ഥിരം ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കാളിയായി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ബദലി ജീവനക്കാർ, അതായത് താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ഇവിടെ സർവീസ് മൊത്തം ഓപ്പറേറ്റ് ചെയ്തത്. എങ്കിൽ തന്നെയും 8-10 സർവീസോളം ഇവിടെ തൊഴിൽ ഡിപ്പോയിൽ നിന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്ത ബദലി ജീവനക്കാരെ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്ത ആളുകളെ ഇന്നലെ രാത്രി വിളിച്ചു വരുത്തി ഡ്യൂട്ടി പോസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഈ സമരത്തെ പരാജയപ്പെടുത്താം എന്ന് നോക്കിയിരുന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 80% സ്ഥിരം ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. പണിമുടക്കിനെ തുടർന്ന് 8ഓളം സർവീസുകളാണ് മുടങ്ങിയത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ബോധവൽക്കരണവും നടത്തി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ആദ്യഘട്ടമായി 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ സ്തനാർബുദം, ഗർഭാശയഗള അർബുദം എന്നിവ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിനായുള്ള പരിശോധനകൾ നടത്തും. മാർച്ച് 8 വരെയാണ് സ്ക്രീനിംഗ് ക്യാമ്പയിൻ. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ വെച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN ഉദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രീതി CJ സ്വാഗതം പറഞ്ഞു. ഓങ്കോളജിസ്റ്റുമാരായ ഡോക്ടർ ജോബിൻ, ഡോക്ടർ സോമു ക്യാൻസർ ബോധവൽക്കരണം നടത്തി. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ബോധവൽക്കരണവും നടത്തി. ക്യാൻസർ പലതരത്തിലുണ്ട്. ഓരോ ശരീരഭാഗത്തെയും ബാധിക്കുന്നതനുസരിച്ച് അവയുടെ ലക്ഷണങ്ങളിലും മാറ്റം സംഭവിക്കുന്നു. ഇവയിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ് അപകട സൂചനകൾ. ചില പ്രധാന അപകട സൂചനകൾ ഏവയെന്ന് നോക്കാം. വിട്ടുമാറാത്ത പനി, ബ്ലഡ് ക്യാൻസർ, ലിംഫോമ എന്നിവയുടെ ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ് വിട്ടുമാറാത്ത പനി.
ക്യാൻസർ ആരംഭിച്ചിടത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച ശേഷമാണ് പനി കണ്ടുവരുന്നത്. പനി കൂടുതലും രാത്രിയിലാണ് അനുഭവപ്പെടുന്നത്. പനിയോടൊപ്പം വിയർപ്പും അനുഭവപ്പെടുന്നു. വിട്ടുമാറാത്ത ചുമ ശ്വാസകോശാർബുദത്തിന്റെ പ്രധാന ലക്ഷണമാണ്. ഒരു വ്യക്തിക്ക് ചുമ എത്ര നാളായി നീണ്ടു നിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗം നിർണ്ണയിക്കുന്നത്. സ്ഥിരമായ ശരീരവേദന. ക്യാൻസർ രോഗികൾ മിതമായും കഠിനമായും ശരീരവേദന അനുഭവിക്കുന്നവരാണ്. സ്ഥിരമായ വേദന ഒരു അടിസ്ഥാന രോഗത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യസഹായം തേടുക എന്നതാണ് സുപ്രധാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം മുഴുവൻ അംഗങ്ങൾക്കും തിരികെ നൽകുമെന്ന് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൊസൈറ്റി നേതാവായ അംഗം രാജ്യം വിട്ടെന്ന പ്രചരണം ശരിയല്ല. ഏതൊക്കെ കമ്പനികളാണ് CSR ഫണ്ട് നൽകിയതെന്ന് അറിയില്ലെന്നും സീഡ് ഭാരവാഹികൾ വ്യക്തമാക്കി. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ ഉറപ്പ് നൽകിയ വസ്തുക്കളോ നൽകുമെന്ന് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ. സൊസൈറ്റി തലവനായ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങിയാൽ മാത്രമേ അതിന് കഴിയൂ. സാമ്പത്തിക കാര്യങ്ങളൊന്നും തങ്ങൾക്കറിയില്ല. പണം എല്ലാവർക്കും തിരികെ നൽകും. അതിന് അനന്തു പുറത്തിറങ്ങണം. സൊസൈറ്റി നേതാവായ അംഗം രാജ്യം വിട്ടെന്ന പ്രചരണം ശരിയല്ല. മകളുടെ കുട്ടിയെ നോക്കാൻ UK-യിൽ പോയതാണ്. പണം ഏതൊക്കെ അക്കൗണ്ടുകൾ വഴി എത്തി എന്നത് തങ്ങൾക്കറിയില്ല. ഏതൊക്കെ കമ്പനികളാണ് CSR ഫണ്ട് നൽകിയത് എന്നും അറിയില്ലെന്നും സ്വീഡ് ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ 8 സീഡ് സൊസൈറ്റികളാണ് നിലവിലുള്ളത്. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി 8 സീഡ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നു. ഇടുക്കി നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ വരുന്ന പ്രോജക്റ്റുകൾ നിരവധിയാണ്. ഈ പ്രോജക്റ്റുകളെല്ലാം നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ശ്രീ KN അനന്തകുമാർ സാർ, സെക്രട്ടറി സീഡ് സൊസൈറ്റിയുടെ ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററുമായ അനന്തകൃഷ്ണൻ സാറിന്റെയും നേതൃത്വത്തിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. NGO കോൺഫെഡറേഷൻ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്കാണ് സീഡ് സൊസൈറ്റികൾ മുഖാന്തരം ഗുണഭോക്തൃ വിഹിതങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ശ്രീ അനന്തകൃഷ്ണൻ സാറിന് CSR ഫണ്ടുകൾ ഒന്നും ലഭിക്കുന്നില്ല. NGO കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ടുകൾ ലഭിച്ചിരുന്നത്. NGOകൾക്ക് ലഭിക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സാർ പ്രോജക്റ്റുകൾ നടത്തി വരുന്നത്. കൂടാതെ ബൾക്ക് പർച്ചേസിംഗ് കമ്മീഷൻ തുടങ്ങി മറ്റ് ഫണ്ടുകളും ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. NGO കോൺഫെഡറേഷന്റെ ഫുൾ മേൽനോട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 14 പദ്ധതികൾ നിലവിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ആദ്യമേ ഫസ്റ്റ് തയ്യൽ മെഷീൻ വിതരണം നടത്തി, കാർഷിക ഉപകരണങ്ങൾ നടത്തി, ലാപ്ടോപ്പുകൾ, സ്കൂൾ കിറ്റ്, ഭക്ഷ്യ കിറ്റ്, ജൈവവളം, കോഴിക്കോട് ബയോബിൻ, ഫലവൃക്ഷത്തൈ, തയ്യൽ പരിശീലനം, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ടാങ്ക്, മൊബൈൽ ഫോണ്, സ്കൂട്ടർ, ഇത്രയുമാണ് വിതരണം നടത്തിയ പദ്ധതികൾ. നിലവിൽ ഇപ്പോൾ 4 പ്രോജക്റ്റുകളാണ് നമ്മൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ളത്. അതായത് സ്കൂട്ടർ, വാട്ടർ ടാങ്ക്, ഹോം അപ്ലയൻസ്, അതുപോലെ തന്നെ കാർഷിക ഉപകരണം. ഈ 4 പ്രോജക്റ്റുകൾ മാത്രമേ നമുക്കിനി പൂർത്തീകരിച്ചു കൊടുക്കാനുള്ളൂ. അത് ഭാഗികമായി ബാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ 8 സീഡുകളിലായിട്ട് ഏതാണ്ട് 76 കോടി രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ചുകൊണ്ട് 152 കോടി രൂപയുടെ ഇംപ്ലിമെന്റിങ് നടത്തുകയുണ്ടായി. ശേഷം ഇനി നടത്താനുള്ളത് 36 കോടി രൂപയുടെ ഗുണഭോക്തൃ വിഹിതം അടച്ചതിൻ്റെ പദ്ധതികളാണ് നമുക്കിനി എടുത്ത് നടത്തേണ്ടതായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് അനന്തു സാറ് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ പൂർണ്ണമായിട്ടും നിർവഹിച്ച് അവർക്ക് നമ്മൾക്ക് ഈ പദ്ധതികൾ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറ് പുറത്തു വരട്ടെ. ഈ ഗുണഭോക്താക്കൾക്കെല്ലാം അവരുടേതായ പദ്ധതികൾ നടക്കാൻ ഇടയാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ജില്ലാ കോർഡിനേറ്റർ ആലിസ് വർഗീസ്, രാജമ്മ രാജൻ, ബിന്ദു ലോഹിതാക്ഷൻ, ബിൻസി ജോസഫ്, സാലി ജേക്കബ്, സതി, LC അലക്സ്, ജ്യോതിമണി, മഞ്ജു, യമുന പ്രദീപ്, റീന ടോമി, ഷെറി തോമസ്, സൂസൻ ജോസഫ് തുടങ്ങിയവർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുമെന്നും 60% തൊഴിലില്ലായ്മ ഉണ്ടാവുകയും വാങ്ങൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് പിന്മാറിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു നിലപാടും മാറിയിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസത്തിന്റെ ഭാഗമായിട്ട് സമ്പത്ത് കേന്ദ്രീകരിക്കാനുള്ള ചെയ്യുന്നത് ഒരു ഭാഗത്ത് കേരളത്തിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ 87% സമ്പത്ത് ഒരു 10% കയ്യിൽ നിൽക്കുകയാണ്. 50% ജനങ്ങളുടെ കയ്യിൽ എത്ര ശതമാനമാണുള്ളത്? അതായത് 15 പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ? എത്ര ശതമാനം? 3%. 50% ജനങ്ങൾക്ക് 3%വും 10% ജനങ്ങൾക്ക് 87% സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എന്താ? ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകരുടെ കയ്യില, കൃഷിക്കാരുടെ കയ്യില, ഇടത്തരക്കാരുടെ കയ്യില, ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് 60% തൊഴിലില്ലായ്മയും മനുഷ്യരുടെ തൊഴിൽ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ? കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റും മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസും സംയുക്തമായി ഭക്ഷണ വിതരണ മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി. നിരവധി അതിഥി തൊഴിലാളികളടക്കം 500ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന് KHRA ജില്ലാ സെക്രട്ടറി PK മോഹനൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. തൊടുപുഴ തെരങ്കുന്ന് ബൈപ്പാസിലുള്ള KHRAയുടെ ഓഫീസിൽ വെച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റും മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസും സംയുക്തമായി ഭക്ഷണ വിതരണ മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തിയത്. നിരവധി അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 500ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന് KHRA ജില്ലാ സെക്രട്ടറി PK മോഹനൻ, യൂണിറ്റ് പ്രസിഡന്റ് JN ജോസഫ്, പ്രതീഷ്, ഗിരീഷ് കുമാർ, സുധീഷ്, പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ പ്രസ്തുത ക്യാമ്പിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അബി സെബാസ്റ്റ്യൻ, TK ഷെഫീഖ്, MS കോന്താലം, രാജൻ താഴ്ത്തുപറമ്പിൽ, ഷിബു ഐശ്വര്യ, പ്രസാദ് കാർത്തിക എന്നിവരുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി പോർട്ടൽ രജിസ്ട്രേഷൻ നടത്തുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ കദളിക്കാട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പുതിയ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരക്കേറിയ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ യാത്രികർക്ക് സൗകര്യപ്രദമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പുതിയ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. കദളിക്കാട് ആരംഭിച്ചിരിക്കുന്ന പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യമായി MLA കടന്നു വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അഭിപ്രായം ചോദിച്ചിട്ടുള്ളതും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ് നമ്മളേറ്റവും മറ്റുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം അടുത്തും എനിക്കുണ്ട്. വ്യത്യസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ പറയാൻ നിയമസഭയിലേക്ക് ഉന്നയിക്കേണ്ട വിഷയങ്ങളും ഒക്കെ സഹോദര സ്ഥാനത്ത് നിന്ന് എന്നെ ഗൈഡ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർ കൂടിയാണ്. അതുകൊണ്ട് എനിക്കൊരു സാധാരണ സ്ഥാപനത്തെക്കാൾ ഉപരി ഒരു സഹോദര ബന്ധമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇത്. നടത്തുന്നാൽ ഉയരങ്ങളിലേക്ക് പോവുകയും കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സും പ്രവർത്തനങ്ങളും ഒക്കെ വ്യാപിപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നമുക്കറിയാം, ഏതൊരു പഞ്ചായത്തിന്റെയും ഏതൊരു നാടിന്റെയും വികസനം എന്ന് പറയുന്നത് പുതിയ പുതിയ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമല്ല
നിലവിൽ വരുമ്പോഴാണ്. അത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഏനച്ചോട് മുതൽ കല്ലിക്കാട് വരെയുള്ള സ്ഥലത്ത് തന്നെ 2 പെട്രോൾ പമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും 2 പമ്പുകൾ കൂടി ആരംഭിക്കാനായി തുടക്കം കുറിച്ചു കഴിഞ്ഞു. പെർമിറ്റിന് പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ വികസനത്തിന്റെ ഒരു പാതയിലൂടെ മഞ്ഞളൂർ പഞ്ചായത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭങ്ങൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ചീഫ് റീജിയണൽ മാനേജർ പി അനൂപ്, മെമ്പർ ജാസ്മിൻ റെജി, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, മർച്ചന്റ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് തോമസ് വർഗീസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ സെയിൽസ് ഓഫീസർ ഡി അനുരാഗ്, ടി സി മാത്യു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഏറ്റവും മികച്ച സേവനം ഒരുക്കുന്നതിന്റെ ഭാഗമായി മികച്ച ടോയ്ലറ്റ് ഫെസിലിറ്റിയും പാർക്കിംഗ് സൗകര്യവും പമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലെ കതിലക്കാടാണ് HPയുടെ പുതിയ ഔട്ട്ലെറ്റ് ഞങ്ങൾ തുറന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്. ബിസിനസ് മാത്രമല്ല, വൃത്തിയായ ടോയ്ലറ്റ്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ടോയ്ലറ്റിലൊക്കെ പോയി, അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനും, ഫുഡ് എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതാണ്. എല്ലാവരെയും പ്രത്യേകം ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊഴുമാറ്റ് റോഡിൽ കതിൽക്കാട് പള്ളിക്ക് ഓപ്പോസിറ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തുടർന്നും എന്നും ഈ കാര്യങ്ങളെല്ലാം നീറ്റായിട്ടും ഭംഗിയായിട്ടും കൊണ്ടുനടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 8-ന് സംരംഭക ദിനം ആചരിക്കും. വിദ്യാർത്ഥികളിലും ചെറുപ്പക്കാരിലും സംരംഭകത്വ മനോഭാവം വളർത്തിയെടുക്കുകയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നതെന്ന് മേരിലാൻഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് ജെ കാപ്പൻ പറഞ്ഞു. നാളെയുടെ സംരംഭകരെ വളർത്തിയെടുക്കാൻ കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 8-ന് സംരംഭക ദിനം ആചരിക്കും. രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് ഇതോടനുബന്ധിച്ചുള്ള പ്രദർശനം നടക്കുന്നത്. വിദ്യാർത്ഥികളിലും ചെറുപ്പക്കാരിലും സംരംഭകത്വ മനോഭാവം വളർത്തിയെടുക്കുകയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നതെന്ന് മേരിലാൻഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് ജെ കാപ്പൻ പറഞ്ഞു. ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്.
ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റുഡൻസ് ആണ് നാളത്തെ ലീഡേഴ്സും സിറ്റിസനും ആൻഡ് ബിസിനസ്സുകാരും എല്ലാം. സോ നമ്മുടെ കുട്ടികളിലോട്ട് ഒരു ചെറിയൊരു ബിസിനസ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട് അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം ഒത്തിരി ഈ സ്റ്റാർട്ടപ്പുകൾക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ആ രീതിയിലും ചിന്തിക്കാൻ തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഡേ ഫിക്സ് ചെയ്യുവാണ്. ആ ഡേ ഈ വരുന്ന ശനിയാഴ്ച 8-ാം തീയതിയാണ്. ആൻഡ് ഫുൾ ഡേ ഈസ് ഫിക്സ്ഡ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള പേരൻസ് എല്ലാവരും ആ ദിവസം വരും. ഇന്ന് ഓപ്പൺ ഹൗസാണ്, എല്ലാവരും വരും. പുറത്തുനിന്നുള്ള നമ്മുടെ പേരൻസിനോ അതോ നമ്മളുടെ പുറത്തുനിന്നുള്ള ഏത് സംരംഭകനോ ഇവിടെ മാറ്റേഴ്സ് അവർ ചെയ്യുന്ന ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. അത് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡൽട്സ് അതിനകത്തുള്ളവരെല്ലാം ആർക്ക് വേണമെങ്കിലും വന്ന് പബ്ലിക്കിനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, പബ്ലിക്കിനത് വിൽക്കാം, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വേണം. ആ കുട്ടിക്ക് അവയർനെസ് കിട്ടണം, ലോകം മുഴുവൻ ഇത് അറിയട്ടെ. നമ്മൾ ഇന്ത്യയിൽ ആ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ലോകം തീർച്ചയായിട്ടും അറിയണം. ആൻഡ് ദാറ്റ് വേ നമ്മുടെ രാജ്യം ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആകും. ദാറ്റ് ഈസ് എല്ലാ ഗവൺമെൻറ്റും എല്ലാ ലീഡേഴ്സും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ. ഇത് ഫ്രീ ഓഫ് കോസ്റ്റാണ് ഇത്തവണ. ഏത് സ്റ്റോൾ എടുത്താലും അത് സ്റ്റോൾസ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂംസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏത് സ്റ്റോൾ എടുത്താലും അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം വി വിൽ മേക്ക് ഇറ്റ് എ സക്സസ്. എൻ്റെ അറിവിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലോ എറണാകുളമോ കോട്ടയത്തൊന്നും ഇങ്ങനെയൊരു സംഗതി സ്കൂളിൽ ചെയ്തിട്ടില്ല. സോ വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. യുവർ കോഓപ്പറേഷൻ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാം. ഇച്ചിരി പുതിയതായിട്ടാണെങ്കിൽ വളരെ നല്ലത്. ആൻഡ് അന്ന് സെയിലും നടക്കും. ഞാൻ പറഞ്ഞതുപോലെ 1000-ൽ പരം പേരൻസ് അന്നിവിടെ വരുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സംരംഭക ദിനത്തിൽ വ്യവസായ ഉൽപ്പന്നങ്ങളും കഴിവുകളും പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി 6 മുൻപ് ഗൂഗിൾ ഫോം ലിങ്ക് മുഖേനയോ 9947612207 എന്ന നമ്പർ വഴിയോ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യണം. സംരംഭകർക്ക് ആവശ്യമായ മേശ, കസേര, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളിൽ നിന്നും ലഭ്യമാക്കും. സംരംഭകർ പ്രദർശിപ്പിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ തലേ ദിവസമോ അല്ലെങ്കിൽ 8-ാം തീയതി രാവിലെ 9:30 മുമ്പോ തയ്യാറാക്കണം. ഓരോ സ്റ്റാളിലും ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടായിരിക്കണം. അതേ ദിവസം വിദ്യാർത്ഥിക്ക് സ്റ്റാളിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ലെങ്കിൽ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിയെ വോളണ്ടിയറായി നൽകും. ക്രിയേറ്റീവായ ഏത് ഉൽപ്പന്നവും സ്റ്റാളിൽ പ്രദർശിപ്പിക്കാം. സ്കൂളിൽ നിന്നോ സ്കൂളിന് പുറത്തുള്ള ഏതൊരു സംരംഭകനും ഇതിൽ പങ്കാളിയാകാം. സംരംഭകരിൽ നിന്നും യാതൊരുവിധ ഫീസുകളും ഈടാക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ ഐറ്റംസ്, വിവിധ ടെക്നോളജി ഉപയോഗിച്ചുള്ള ക്രിയേറ്റീവായ ഉൽപ്പന്നങ്ങൾ, ഫുഡ് പ്രോഡക്റ്റുകൾ, ബേക്കറി ഐറ്റംസ്, ഓർണമെന്റ്സ്, ജ്വല്ലറി, കരകൗശല വസ്തുക്കൾ, ചെടികൾ, എംബ്രോയിഡറി ഐറ്റംസ് എന്നിവയും മറ്റ് നവീന ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തുവാൻ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9946612207 9061139091. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രകൃതിയോട് ചേർന്ന വിധത്തിൽ ഒരുക്കിയിട്ടുള്ള താമസ സൗകര്യം, പൂന്തോട്ടങ്ങൾ, കിഡ്സ് പൂൾ, കിഡ്സ് പ്ലേ ഗ്രൗണ്ട്, മികച്ച നിലവാരത്തിലുള്ള കോൺഫറൻസ് ഹാളുകൾ ഉൾപ്പെടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി സ്റ്റാർ എമിറേറ്റ്സ് ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാറിൽ പ്രവർത്തിക്കുന്നു. കമ്പനികൾക്കായി പ്രത്യേക ഡിസ്കൗണ്ടുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അമിതമായ തിരക്കിനും സമ്മർദ്ദത്തിനുമിടയിൽ മനസ്സിനും ശരീരത്തിനും ഉണർവേകാൻ മൂന്നാർ സ്റ്റാർ എമിറേറ്റ്സ് ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പായിലേക്ക് വരും. ആധുനിക സൗകര്യങ്ങളുള്ള കോൺഫറൻസ് ഹാളുകൾ, പ്രകൃതിയോട് ചേർന്ന റിസോർട്ടിൽ മനോഹരമായ താമസ സൗകര്യം, ആയുർവേദ പുനർജീവന സേവനങ്ങൾ, സൗന്ദര്യ പരിചരണം, ഓണസദ്യ മുതൽ സ്പെഷ്യൽ ഇവന്റ് ഡൈനിംഗ് വരെ വ്യത്യസ്ത പാചകരുചികൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ, കിഡ്സ് പൂൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് സ്റ്റാർ എമിറേറ്റ്സ് ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പാ പ്രവർത്തിക്കുന്നത്. കൂടാതെ സ്റ്റാഫ് മീറ്റിംഗുകൾ, ഗ്രൂപ്പ് ഔട്ടിങ്ങുകൾ, മെഗാ ഇവന്റുകൾ, ഓഫീസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി മികച്ച സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കമ്പനികൾക്കായി പ്രത്യേക ഡിസ്കൗണ്ടുകളുണ്ട്.
ആൾക്കല്ല്, മലയിഞ്ചി, ചാത്തൻമല, അമയപ്ര, കരിമണ്ണൂർ പഞ്ചായത്തിൽപ്പെട്ട തൊമ്മൻകുത്ത്, മുള്ളരിങ്ങാട് ഭാഗങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്നും പ്രദേശത്തെ ജനങ്ങൾ കടുത്ത പ്രാണഭയത്തിലാണെന്നും ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ജനവാസ മേഖലയോട് ചേർന്നുള്ള വനഭാഗങ്ങളിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതെ ട്രഞ്ചുകളിലും വേലികളും ഉടനെ നിർമ്മിച്ച് ജനങ്ങളുടെ ഭീതി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ കൃഷികൾ വിളവെടുത്താൽ ലഭിക്കുന്നതിന് തുല്യമായ നഷ്ടപരിഹാരം സർക്കാർ കൃഷിക്കാർക്ക് നൽകണമെന്നും ആം ആദ്മി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾക്കായി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ, കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, വേളൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എന്നിവർക്ക് പ്രദേശവാസികളുടെ കയ്യൊപ്പോടുകൂടിയ നിവേദനം നൽകി. ഉടുമ്പന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ആനയുടെ ശല്യമുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊട്ടിവിടെ താമസിക്കുന്ന ആളുകളാണ്. അടുത്ത കാലത്താണ് ഈ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളത്. ഇത് ഉടുമ്പന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ വണ്ണപ്പുറം, മുളപ്പുറം, മുള്ളരിങ്ങാട്, ഈ അടുത്ത ദിവസം മുള്ളരിങ്ങാട് അമീർ ഇബ്രാഹിം എന്നൊരു 24 വയസ്സുകാരനെ ആന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത് വളരെ രൂക്ഷമായിട്ടുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത, കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിനെതിരെ ഈ വന്യമൃഗങ്ങളെ വനത്തിലേക്ക് തുരത്തുന്നതിന് വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണം, സർക്കാർ സ്വീകരിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ഇത് ചെയ്യാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് നസീം ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി സി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരായ ലൈസൻസികൾ ഉൾക്കൊള്ളുന്ന രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ള ജില്ലകളിലൊന്നായ റെഡ്സ് ഫെഡ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡി യോഗം നടന്നു. തൊടുപുഴ ഈഫൽ ഓഡിറ്റോറിയത്തിൽ നട യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് നസീം നിർവഹിച്ചു. മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ എന്നിവരെ തെരഞ്ഞെടുക്കപ്പെടുകയും മെമ്പർഷിപ്പിന് ആനുപാതികമായി ഉള്ള ആളുകൾ, പ്രസിഡന്റും സെക്രട്ടറിക്കും പുറമേയുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രകാരം ഉള്ള കാര്യങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു ജില്ലാ കമ്മിറ്റി പൂർണ്ണമാകുന്നത്. പലപ്പോഴും സംഭവിച്ചത് അത് തന്നെയാണ്. വന്നെങ്കിൽ പോലും മെമ്പർഷിപ്പ് ഫോം കൊടുക്കാനോ മറ്റോ അന്ന് തയ്യാറാവാത്തത് കാരണമാവാം അത് പിന്നീട് ഇല്ലാതായി മാറുകയാണ് ചെയ്തത്. എന്നാലും ബന്ധങ്ങളുണ്ടായിരുന്നു. സെക്രട്ടറി സി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് ബാബു മുഖ്യാതിഥിയായിരുന്നു. കെ പി രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കെ പി രാജേന്ദ്രൻ, സെക്രട്ടറി ആർ സുനിൽകുമാർ, ട്രഷറർ എം കെ സൈജൻ എന്നിവർ ഭാരവാഹികളായി 15 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. തുടർന്ന് കെ സ്മാർട്ട് ട്രെയിനിംഗ് ക്ലാസ് സംഘടനാ ഫാക്കൽറ്റികളായ അജു ചന്ദ്രൻ, സാദിഖ് മൂപ്പൻ, ആഷിഖ് മുഹമ്മദ് റഫീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തോടെ ചട്ടങ്ങൾ രൂപപ്പെടുത്തി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കി. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN ഉദ്ഘാടനം ചെയ്തു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും തിരികെ നൽകുമെന്ന് സ്റ്റേറ്റ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.